നമസ്കാരം. തെറ്റിദ്ധാരണകൾ മൂലം തകർന്നു പോകുന്ന ധാരാളം ബന്ധങ്ങളുണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യം അറിയാതെ ആരിലും കുറ്റം ആരോപിക്കരുത് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാട്ടോ. രാമായണത്തിലെ ഒരു ഭാഗമാണ്. 14 വർഷത്തെ വനവാസമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അയോധ്യയിലേക്ക് തിരിച്ചെത്തി. ശ്രീരാമന്റെ പട്ടാഭിഷേക ചടങ്ങുകളൊക്കെ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ചടങ്ങുകൾ നടക്കുന്ന ആ ഒരു സമയത്താണ് ലക്ഷ്മണൻ പെട്ടെന്ന് ഉറക്കി ചിരിക്കാനായിട്ട് തുടങ്ങിട്ടോ. അത് കേട്ടപ്പോൾ വസിഷ്ഠ മഹർഷി വിചാരിച്ചു തന്നെ കളിയാക്കിയിട്ടാണ് ലക്ഷ്മണൻ ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ചടങ്ങുകളൊക്കെ തന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് അതൊക്കെ മുടങ്ങിപ്പോയി. പിന്നെയും ഇത് തന്നെ താൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ തന്നെ കളിയാക്കിയിട്ടാണ് ചിരിക്കണത് എന്നാണ് വസിഷ്ഠ മഹർഷിക്ക് തോന്നിയത്. സീതാദേവിക്ക് തോന്നി താൻ ഒരു വർഷം ലങ്കയിലൊക്കെ പോയിട്ട് താമസിച്ചിട്ടല്ലേ വരുന്നത്, എന്നിട്ട് പിന്നെയും ശ്രീരാമന്റെ പട്ടമഹിഷി ആവാനായിട്ടാണ് വന്നിരിക്കണേ. അപ്പൊ തന്നെ കളിയാക്കിയിട്ടാണ് ലക്ഷ്മണൻ ചിരിക്കുന്നതെന്ന് സീതാദേവിക്ക് തോന്നി. ശ്രീരാമനും അങ്ങനെ തന്നെയാണ് തോന്നിയത് കേട്ടോ. കാരണം തനിക്ക് വേണ്ട രാജ്യം ഭരതന് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടോ ഇപ്പൊ പിന്നെയും താൻ രാജാവാകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പൊ തന്നെ കളിയാക്കുന്നത് പോലെ ആയിട്ടാണ് ശ്രീരാമന് തോന്നിയത്. ഈ കൈകേയിക്കും അങ്ങനെ തന്നെ തോന്നി. കാരണം അന്നും ഇതുപോലെ ചടങ്ങുകളൊക്കെ നടക്കാനായിട്ട് ഇരിക്കുമ്പോൾ താനാണ് ഇടപെട്ടിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അതൊക്കെ മുടക്കിയിട്ട് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. എന്നിട്ടോ പിന്നെയും ഇതേ ചടങ്ങുകൾ തന്നെ നടക്കുന്നു. ശ്രീരാമൻ തന്നെ രാജാവാകാനായിട്ട് പോകുന്നു. അപ്പൊ തന്നെ കളിയാക്കിക്കൊണ്ടാണ് ലക്ഷ്മണൻ ചിരിക്കുന്നതെന്ന് കൈകേയിക്കും തോന്നി. അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. തന്നെയാണ് കളിയാക്കുന്നത് ലക്ഷ്മണൻ. അപ്പൊ ശ്രീരാമൻ ചോദിച്ചു, ലക്ഷ്മണ, എന്താണ് നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കാരണം ഒന്ന് ഞങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം, അതായത് വനവാസത്തിൽ പോയിട്ടുള്ള ആദ്യത്തെ ദിവസം രാത്രിയായപ്പോൾ ശ്രീരാമനും സീതാദേവിയും കൂടെ ഉറങ്ങാനായിട്ട് പർണശാലയിലേക്ക് കയറി. അപ്പൊ ലക്ഷ്മണനാണ് പുറത്ത് കാവല് നിൽക്കുന്നുണ്ടായിരുന്നത്, ഉണ്ണാതെ ഉറങ്ങാതെ. അത് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, തന്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഉണ്ണാതെ ഉറങ്ങാതെ കാവൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം തനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് നിദ്രാദേവി വന്നത്. അപ്പൊ നിദ്രാദേവി വന്നാൽ ഉറക്കല്ലേ ചെയ്യുക, അതൊരു അവകാശമാണ് നിദ്രാദേവിയുടെ. അപ്പൊ ഉറക്കാനായിട്ട് സാധിക്കില്ല എന്ന് ലക്ഷ്മണനും പറഞ്ഞു, ഉറക്കും എന്ന് നിദ്രാദേവിയും പറഞ്ഞു. അങ്ങനെ അവസാനം രണ്ടുപേരും തമ്മിൽ ഒരു കരാറിലെത്തി. ഈ 14 വർഷക്കാലം നിദ്രാദേവി തന്റെ അടുത്തേക്ക് വരില്ല, അത് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും തന്റെ അടുത്തേക്ക് വന്നിട്ട് തന്നെ ഉറക്കാം എന്ന് ലക്ഷ്മണനും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താൻ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമയമാണ് ശ്രീരാമന്റെ പട്ടാഭിഷേകം. ആ ഒരു സമയത്ത് തന്നെ നിദ്രാദേവി തന്നെ ഉറക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പണ്ട് നിദ്രാദേവിക്ക് കൊടുത്ത ഒരു വാക്ക്, അതായത് ചിന്തിക്കാതെ കൊടുത്ത ഒരു വാക്ക് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചുല്ലോ എന്ന് ആലോചിച്ചിട്ട് താൻ സ്വയം ചിരിച്ചു പോയതാണ് എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. തങ്ങളെ കളിയാക്കിയിട്ടല്ലോ ലക്ഷ്മണൻ ചിരിച്ചത്. ഒപ്പം തന്നെ ആ ഒരു അനുജനെ, തൻ്റെ ജ്യേഷ്ഠനോടുള്ള ഒരു സ്നേഹം കൂടെ അവിടെ എല്ലാവർക്കും വെളിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് പറയണത്, നമ്മൾ കാര്യം അറിയാതെ ആരെയും തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല.